ന്യൂസ് 16 കേരള. ചക്ക ബിരിയാണി മുതൽ മത്തിക്കറി വരെ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറയായി ഫോർക്ക റിയാദ് ഫുഡ് ഫെസ്റ്റ്. റിയാദിലെ പ്രാദേശിക സംഘടനകളുടെ പൊതുവേദിയായ ഫോർക്ക റിയാദ് സംഘടിപ്പിച്ച 4ാമത് ഫുഡ് ഫെസ്റ്റ് രുചികൾക്കും രുചിക്കൂട്ടുകൾക്കും മുന്നിൽ ദേശങ്ങളുടെ അതിരുകളില്ലാതാവുന്ന കാഴ്ചയായി മാറി. കണ്ടു പരിചരിച്ചത് മുതൽ തൊട്ടു കേട്ടിട്ട് പോലുമില്ലാത്തതുമായ ഭക്ഷണങ്ങളുടെ കലവറയാണ് ഫോർക്ക അംഗസംഘടനകൾ മേളയിൽ അണിനിരത്തിയത്. ചക്ക വിഭവങ്ങളുടെ കലവറയിൽ റിയാദിൽ ലഭിക്കാത്ത ഒന്നായ ചക്ക ബിരിയാണി മുതൽ ചക്കക്കുരു ലഡു, പന ഹൽവ, കപ്പയും മീൻകറിയും വിവിധ തരം ബിരിയാണിയും അടക്കം നാവിന് രുചിയേറും ഭക്ഷണങ്ങളുടെ വൻ കലവറ തന്നെയാണ് ഫുഡ് ഫെസ്റ്റിൽ അണിനിരന്നത്. മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റിൽ ഫോർക്കയിലെ അംഗസംഘടനകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 3 അംഗ ജഡ്ജിംഗ് പാനലാണ് വിജയികളെ കണ്ടെത്തിയത്. 1ാം സമ്മാനം നമ്മൾ ചാവക്കാട്ടുകാർ കൂട്ടായ്മയും, 2ാം സമ്മാനം കൊയിലാണ്ടി നാട്ടുകൂട്ടവും, 3ാം സ്ഥാനം പെരുമ്പാവൂർ പ്രവാസി കൂട്ടായ്മയും കരസ്ഥമാക്കി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ വിനോദ് കൃഷ്ണ ആമുഖം പറഞ്ഞു. ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഷിഹാബ് കൊട്ടുക്കാട്, ഡോക്ടർ ജയചന്ദ്രൻ, ഷിഹാബ് കൊടിയത്തൂർ, മദീന ഹൈപ്പർ മാർക്കറ്റിംഗ് മാനേജർ CP മുസ്തഫ, സുരേന്ദ്രൻ കൂട്ടായി, യഹിയ കൊടുങ്ങല്ലൂർ, NRAK, സുരേഷ് ശങ്കർ OICC, അബ്ദുള്ള വല്ലാഞ്ചിറ, മുൻ ഫോർക്ക ചെയർമാൻ അബ്ദുൽ സലീം അർത്തിയിൽ, നാസർ റോസോയിസ്, അലക്സ് കൊട്ടാരക്കര, അലി ആലുവ, സൈഫ് കായംകുളം, രക്ഷാധികാരി ഫോർക്ക, സൈഫ് കൂട്ടങ്ങൽ, സയ്യിദ് മീൻചന്ത, കരീം ഖനാപുറം, വൈസ് ചെയർമാൻ ഗഫൂർ കൊയിലാണ്ടി, ജീവകാരുണ്യ കൺവീനർ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ഉമ്മർ മുക്കം സ്വാഗതവും ട്രഷറർ ജിബിൻ സമദ് കൊച്ചി നന്ദിയും പറഞ്ഞു. സമ്മാനർഹരായവർക്ക് 1ാം സമ്മാനം അൽമദീന മാർക്കറ്റ് നൽകിയ 1 പവൻ സ്വർണവും, 2ാം സമ്മാനർഹർക്ക് സോന ജ്വല്ലറി 1/2 പവൻ സ്വർണവും, 3ാം സമ്മാനർഹർക്ക് 1001 റിയാൽ ക്യാഷ് പ്രൈസും കൊളംബസ് കിച്ചനും നൽകി. കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫോർക്കയുടെ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും, കൂടാതെ MK ഫുഡ്സ്, വിജയ് മസാല, റോസേയ്സ്, മദീന, ജീപാസ് തുടങ്ങിയ കമ്പനികളുടെ സമ്മാനങ്ങളും, 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിജയികൾക്ക് മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ സ്പെഷ്യൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. അംഗസംഘടനകൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പൺ മത്സരത്തിൽ അലക്സ് കൊട്ടാരക്കര, ജെയ്സൺ ജെറോം എന്നിവർ വിജയികളായി. ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായി നടത്തിയ അംഗസംഘടനകളുടെ ഫുട്ബോൾ കിക്ക് തട്ടൽ മത്സരത്തിൽ കൂട്ടിക്കൽ അസോസിയേഷൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പരിപാടികൾക്ക് മുസ്തഫ എടത്തനാട്ടുകര, ഹാഷിം ചിയാംവെള്ളി, സലീം പള്ളിയിൽ, അബ്ദുൽ ജലീൽ, മുഹമ്മദ് ഷഹീൻ, ഷാജി മഠത്തിൽ, നാസർ വലപ്പാട്, ഷാജഹാൻ ചാവക്കാട്, ഖാൻ റാണി, നിസാർ പള്ളിക്കശ്ശേരി, ആന്റണി വിക്ടർ, ഗോപിനാഥ്, സലാം പെരുമ്പാവൂർ, മോഹസിൽ മഞ്ചേരി, മുജീബ് മൂലയിൽ, സഹൽ പെരുമ്പാവൂർ ആഷിഖ്, അലി വാരിയത്ത്, കുഞ്ഞു മുഹമ്മദ് ഓടക്കാലി, ബിനോയ് മത്തായി, മുസ്തഫ പുന്നിലത്ത്, സൈഫുർ റഹ്മാൻ, അഫ്സൽ കിയ, ആഷിഖ് വലപ്പാട്, ബഷീർ, ഷിബു ഉസ്മാൻ, സയ്യിദ് ജാഫർ, ഫെർമിസ് അബ്ദുൾ റഹ്മാൻ, സ്വപ്ന വിനോദ്, നസ്രിയ ജിബിൻ, നേഹ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ആവിഷ്കരിച്ചുകൊണ്ടാണ് ഫോർക്ക കഴിഞ്ഞ 40 ദിവസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം ഡയറക്ടറാണ്, അദ്ദേഹം വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജയൻ കൊടുങ്ങല്ലൂർ ഇന്ന് ഇവിടെ സ്വാഗതം അർപ്പിച്ച റിയാദിലെ പ്രാദേശിക കൂട്ടായ്മയിലെ പ്രിയ നേതാക്കന്മാർ, ഇന്നിവിടെ ഈ ഫുഡ് ഫെസ്റ്റിൽ മത്സരാതിഥികളായി എത്തിയ ഒരുപാട്
നമ്മുടെ എന്നുള്ളത് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വഭാവത്തോടു കൂടി ഞങ്ങൾ ജഡ്ജസിനൊക്കെ ഇന്നത്തെ സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്യാന്നുള്ളതാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് നാട്ടിലൊക്കെ സുലഭമായി കിട്ടാത്ത നമ്മുടെ ഈന്തിൻ്റെ പൊടി കൊണ്ട് ഹലുവ ഉണ്ടാക്കി ഇന്ന് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ട് നമ്മുടെ പങ്കെടുക്കുവാൻ സംബന്ധിച്ച് ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി ഈ സംഘടന അറിയിക്കുന്നു. ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത് സമ്മാനമാണ്. അത് പോകുന്നത് അതിന് മുമ്പ് അവർ ചെയ്ത 2-3 കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്കയിൽ നിന്നും വെറൈറ്റി ഓഫ് ഫുഡ് അവർ ക്രിയേറ്റ് ചെയ്തു. ആ എഫേർട്ടിനെ പ്രത്യേകമായി പ്രശംസിക്കുന്നു. പ്രതിനിധി നാസർ അടുത്തതായി വേദിയിലോട്ട് ക്ഷണിക്കുന്നു റീക്കോ എടത്തനാട്ടുകര. അടുത്തത് വലപ്പാട് പ്രവാസി അസോസിയേഷൻ. ഓക്കെ ഉമ്മർ സമ്മാനം അത് കൊടുക്കും, കൈ കൊടുക്കും. ക്യാമറമാൻ ബനുജു പൂക്കോട്ടും പടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് KP 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.